അന്നേരം സുഹൃത്തുക്കളെ താണ്ട് ഒരുപാട് പേര് തിരക്കി കിടന്നൊരു സാധനമാണ് കുറ്റിക്കുരുമുളകിൻ്റെ തൈ എവിടെ കിട്ടുന്നത്. താണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കുറ്റിക്കുരുമുളക് തൈയാണ്. താണ്ട് ചട്ടിയിൽ നിർത്തി ഇത് തൈ തന്നെ മേടിക്കണം നിങ്ങൾക്ക് ആരും പറയുന്നില്ല. നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ മേടിച്ച് ഇതേപോലെ ചട്ടിയിൽ നിർത്തി പ്ലാന്റ് ചെയ്ത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിനകത്ത് പറഞ്ഞാൽ പന്നിയൂർ, കരിമുണ്ട ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ വള്ളി മിക്കവാറും കിട്ടുമായിരിക്കും. എന്നാലും കുറ്റി നിൽക്കുന്ന നല്ല സുന്ദരമായ പ്ലാന്റുകളുണ്ട്. ഏകദേശം ഒരു 350-400 എണ്ണം ഇപ്പോൾ ഈ നമ്മളതിൽ സ്റ്റോക്കിലിരിക്കുന്ന പ്ലാന്റുകളാണ്. ഒരുപാടുണ്ടായിരുന്നു, കുറേ തീർന്നതാണ്. അന്നേരം നമ്മൾ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ തിരക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ വന്നു കഴിഞ്ഞാൽ കുറേ വെറൈറ്റികൾ നോക്കി എടുത്തിട്ട് പോകാനായിട്ട് പറ്റും. അതെന്ന് വെച്ചാൽ തന്നെ അടിപൊളി കുരുമുളക് തൈകൾ, അതേപോലെ പച്ചക്കറി തൈകൾ, ബന്ദി തൈകൾ. ഇതാണ്ടേ ബന്ദി തൈയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ കുരുമുളകിൻ്റെ തൈ മാത്രമല്ല ഒരുപാട് എന്താ പറയുക വെണ്ട, വഴുതന, കത്തിരി, തക്കാളി, മുളക്, അമരത്തൈ, പയർ തൈയൊക്കെ നമ്മളിൽ കുറച്ച് ആയിട്ടുണ്ട്. ഈ കാണുന്ന മൊത്തം അതാണ്. അന്നേരം നിങ്ങളെ സമയം പോലെ വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങാം. അതേപോലെ തന്നെ മഴക്കാല സംരക്ഷണമായിട്ടാണ് നമ്മളിപ്പോൾ താണ്ടെ ഈ ഒരു ഷീറ്റ് ആക്കി നിർത്തിയേക്കുന്നത്. ഇതേപോലെ നിങ്ങളൊരു കൃഷിയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പോർഷൻ ഇതേപോലെ പ്ലാന്റുകൾക്ക് വേണ്ടി മാറ്റി കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ റൂമായിട്ടും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിനും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് കീടങ്ങൾ അതേപോലെ തന്നെ ഡയറക്റ്റുള്ള വെള്ളം വീണ് അഴുകിപ്പോകുന്നത് മാറിക്കിട്ടും. അതിന് ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് എന്താ വേണം, ഫംഗിസൈഡ്, ഫംഗസിനെ ഒഴിവാക്കാൻ വേണ്ടി ഫംഗിസൈഡ് കൊടുക്കണം. അതേപോലെ പെസ്റ്റിസൈഡ് ലൈറ്റായിട്ട് കൊടുക്കണം. അന്നേരം പെസ്റ്റിനെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഫംഗിസൈഡായിട്ട് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ സാഫോ അല്ലെന്നുണ്ടെങ്കിൽ അസറ്റാഫോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡോഫിലം 45 ഏതെങ്കിലും ഒരെണ്ണം 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 4 ഗ്രാം ഇട്ട് നല്ലപോലെ കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇൻസെക്ടിസൈഡ്, അതായത് ടാറ്റ റീവ അല്ലെങ്കിൽ റൂഡ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെറിയ വാടയുള്ളത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 മില്ലി 3 മുതൽ 5 മില്ലി വരെ എടുത്താൽ മതി. അത് പ്ലാന്റിൻ്റെ ഘടനയനുസരിച്ച് ഒരു 3 അല്ല 4 ഇല പരുവം കഴിഞ്ഞതിന് ശേഷം ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ഇതേപോലെ നല്ല രസമായിട്ട് നിൽക്കും. നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്കിത് തൈകൾ ഉണ്ടാക്കി വിൽക്കാനൊക്കെ നിൽക്കുന്ന ആളുകൾ കാണും. അവർക്കൊക്കെ ചിലപ്പം ഇതൊന്നും പ്രയോജനപ്പെടുന്ന കിട്ടുന്ന ഒന്നായിരിക്കും കേട്ടോ. എന്നാലും ഇതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന മൊത്തം നമ്മൾ തൈ ഉണ്ടാക്കിയതാണേ. അതേപോലെ തന്നെ അതാണ്ട് മാന്തയ്യോ പ്ലാന്തയ്യോ ഒക്കെ കുറേ സ്റ്റോക്ക് നമ്മളിപ്പം പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു. ഓക്കെ.